അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 2-നകത്തെ ഡു ട്രീസ് റിയലി സ്റ്റേ ഇൻ ടച്ച് വയ വുഡ് വൈഡ് വെബ് എന്നുള്ള ഒരു എസ്സേയാണ്, ഒരു ആർട്ടിക്കിളാണ്. അപ്പം അതിൻ്റെ ഒരു സമ്മറി, ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സമ്മറി അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷനാണ് ഞാൻ ഈ ഓഡിയോയ്ക്കകത്ത് തരുന്നത്. അപ്പോൾ ഈ വുഡ് വൈഡ് വെബ് എന്ന് പറയുന്നത് സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫോറസ്റ്റിലെ ട്രീസ് എന്ന് പറയുന്നത് ഇൻ്റർ കണക്റ്റഡ് ആണ്. എങ്ങനെയാണ് ഇൻ്റർ കണക്റ്റഡ് ആവുന്നത്? അണ്ടർഗ്രൗണ്ടിലൂടെ ഇവരുടെ റൂട്ട്സ് എല്ലാം നല്ല രീതിയിൽ കണക്റ്റഡ് ആണ്. അവരുടെ റൂട്ട്സ് ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന റിസോഴ്സസ്, വാട്ടർ, പിന്നെന്താണ് ഫംഗൈ, ഇങ്ങനെയുള്ള കാര്യത്തിലൂടെ കണക്റ്റഡ് ആണ്. അപ്പം ഈ ഒരു ഐഡിയ എമർജ് ചെയ്തത് 1990s മിഡിൽ ആ ഒരു ടൈമിലാണ്. അപ്പം ഈ ഒരു ഐഡിയ ശരിക്കും പറഞ്ഞാൽ ട്രഡീഷണൽ വ്യൂസിനെ, അതായത് നേച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ട്രഡീഷണൽ ആയിട്ടുള്ള വ്യൂസിനെ ചലഞ്ച് ചെയ്യുന്നൊരു ഐഡിയ ആയിരുന്നു ഇതെന്ന് പറയുന്നത്. ഹൗവർ 3 decades ഓഫ് റിസർച്ചിന് ശേഷം സയൻറ്റിസ്റ്റുകൾ ഫൈൻഡ് ഔട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വുഡ് വൈഡ് വെബ് എന്ന് പറയുന്നത് ദേ ക്ലെയിം ദാറ്റ്, അതായത് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വുഡ് വൈഡ് വെബ് എന്നുള്ളതിന് വലിയ എവിഡൻസ് ഒന്നും ഇല്ല എന്നിങ്ങനെ ആളുകൾ പറയുകയാണ്. അതിൻ്റെ ഫാക്റ്റ്, അതിന് സത്യമുണ്ടോ സത്യം ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ഈ ആർട്ടിക്കിൾ പരിശോധിക്കുന്നത്. വുഡ് വൈഡ് വെബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീസ് ഇൻ എ ഫോറസ്റ്റ് എന്ന് പറയുന്നത് ദേ ആർ ഇൻ്റർ കണക്റ്റഡ് അണ്ടർഗ്രൗണ്ട് ത്രൂ ഫംഗൈ. പക്ഷേ റിസോഴ്സസും വാട്ടറും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഈ ഫംഗൈ വഴി അല്ലെങ്കിൽ റൂട്ട്സ് വഴിയാണ് കണക്റ്റ് ആവുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഐഡിയ വന്നത് mid-1990s ആൻഡ് അതായത് നേച്ചറിൽ കോമ്പറ്റീഷൻ ഉണ്ടെന്നായിരുന്നു പണ്ടത്തെ ഐഡിയ. പക്ഷേ കോപ്പറേഷൻ ഉണ്ടെന്നാണ് ഈ ഒരു ഐഡിയ പറയുന്നത് നമ്മളുടെ അടുത്ത്, അല്ലേ? സോ അത് പിന്നീട് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്തു, 30 വർഷം കഴിഞ്ഞപ്പോൾ, റിസർച്ചിന് 30 വർഷം എടുത്തു. റിസർച്ചിന് ശേഷം കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സയൻറ്റിസ്റ്റുകൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് എവിഡൻസ് ഒന്നും ഇല്ലെന്നാണ് പറയുന്നത് ഈ ഒരു ഇൻ്റർ കണക്റ്റഡ്നെസ്സിന്. ഇനി പറയുന്നത് മൈക്കോറിസൽ ഫംഗി എന്നാണ്. ഫംഗൈയുടെ ഒരു റോൾ എന്താണ്, അതായത് ഒരു ഫംഗൈ വഴിയാണല്ലോ ഇങ്ങനെ ഇൻ്റർ കണക്റ്റഡ് ആവുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ റോൾ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. അതായത് എല്ലാ പ്ലാന്റ്സ് എന്ന് പറയുന്നതും സിംബയോട്ടിക് റിലേഷൻഷിപ്സ് ഉണ്ട് ഫംഗയുമായിട്ട്. അതായത് അവരുടെ റൂട്ട്സിൽ ഒരു കൈൻഡ് ഓഫ് ഫംഗസ് ഉണ്ട്. ആ ഫംഗസിൻ്റെ പേരാണ് മൈക്കോറിസാസ്. ആ മൈക്കോറിസാസ് എന്നുള്ള ഫംഗസ് വെച്ചിട്ടാണ് എല്ലാ പ്ലാന്റ്സും തമ്മിലും കണക്റ്റഡ് ആവുന്നതെന്നാണ് പറയുന്നത്. ഈ ഫംഗസിൻ്റെ ഹെൽപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്ലാന്റ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്? എസെൻഷ്യൽ ന്യൂട്രിയൻസ് സോയിലിൽ നിന്ന് അബ്സോർബ് ചെയ്തെടുക്കാൻ ഇതിനെ സഹായിക്കുന്നു ഈ ഒരു ഫംഗസ്. എന്നിട്ട് എന്ത് ചെയ്യും? പ്ലാന്റ്സിൻ്റെ അതിനകത്തുനിന്ന് കാർബൺ ബേസ്ഡ് കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും ഫോട്ടോസിന്തസിസ് വഴി. അതായത് ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ എന്നിട്ട് ഈ ഒരു ഫംഗൈ അതിന് തിരിച്ചെന്താണ് കിട്ടുന്നത്? കാർബൺ ബേസ്ഡ് കോമ്പൗണ്ട് കിട്ടുന്നു, അതിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന. ഈ ഫംഗൽ ത്രെഡിനെയാണ് ഹൈഫേ എന്ന് പറയുന്നത്, HYPHE. ഈ ഫംഗൽ ത്രെഡ് എന്ത് ചെയ്യുന്നു? പ്ലാന്റ്സിൻ്റെ റൂട്ട്സിന് ബിയോണ്ട് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു നെറ്റ്വർക്ക് പോലെ ബാക്കി എല്ലാ മൾട്ടിപ്പിൾ ട്രീസിനെ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്ലാന്റ്സിനെ കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഒരു കോമൺ നെറ്റ്വർക്കായിട്ട് ഈ ഫംഗസിൻ്റെ എക്സ്റ്റൻഷൻസ് അല്ലെങ്കിൽ ഫംഗസിൻ്റെ ത്രെഡ്സ് കണക്ട് ചെയ്ത് ഇങ്ങനെ പോവുകയാണ് പിന്നീട്. ഇനി ഇതിനെക്കുറിച്ചുള്ള ഡൗട്ട്സ് എന്താണ്? ഈ 1997 റിസർച്ചേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്തതെന്ന് വെച്ചാൽ, കാർബൺ എന്ന് പറയുന്ന കാര്യം, കാർബൺ എന്നുള്ള എലിമെൻറ്റ് ട്രീസ് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ആരുടെ സഹായത്തോടു കൂടിയാണ്? ഈ ഫംഗസിൻ്റെ സഹായത്തോടു കൂടി. അപ്പോൾ ആ ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ട്രീസ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും കോപ്പറേറ്റ് ചെയ്യുന്നതും ഈ ഒരു ഫംഗസിൻ്റെ ഹെൽപ്പോടു കൂടിയാണെന്നാണ് പറയുന്നത്. പക്ഷേ ന്യൂ സ്റ്റഡീസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെതിരായിട്ടാണ് പുതിയ സ്റ്റഡീസ് അല്ലെങ്കിൽ പുതിയ റിസർച്ച് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ചലഞ്ചസ് എന്ന് പറയുന്നത് പിന്നെ ഇത് അങ്ങനെ അല്ല എന്ന് പറയുന്നതിൻ്റെ ഫസ്റ്റ് ക്ലെയിം എന്ന് പറയുന്നത്, എമൗണ്ട് ഓഫ് കാർബൺ ആൻഡ് അതർ ന്യൂട്രിയൻസ് മൂവിങ് ബിറ്റ്വീൻ പ്ലാന്റ്സ് എന്ന് പറയുന്നത് വളരെ സ്മോൾ ആയിരിക്കും. ആൻഡ് അത് ഫംഗസിനകത്ത് തന്നെ സ്റ്റേ ചെയ്യത്തേ ഉള്ളൂ എന്നാണ് പറയുന്നത്, അല്ലാതെ വേറൊരു ട്രീയിലോട്ട് പാസ് ആവുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കണക്ഷൻ തരത്തില്ല എന്നാണ് ന്യൂ സ്റ്റഡീസ് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റിസോഴ്സസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത് അൺക്ലിയർ ആണ്. അത് ഫംഗൈ അങ്ങോട്ട് ഫീഡ് ചെയ്യുന്നതാണോ, ട്രീസ് അങ്ങോട്ട് കണക്ട് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ട്രീസ് എടുക്കുന്നതാണോ ഈ ന്യൂട്രിയൻസ്, അതോ ഈ ഫംഗസ് തന്നെ അതിനെ തിന്നുവാണോ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുവാണോ എന്നുള്ളതും തെളിവില്ല. അപ്പോൾ സയൻറ്റിസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫംഗസ് അതിൻ്റെ നീഡ്സിന് അനുസരിച്ച് ഇതിനെ കാർബണിനെ എന്ത് ചെയ്യുകയാണ്, അബ്സോർബ് ചെയ്യുവാണോ എന്നുള്ളതിനും തെളിവില്ല. അല്ലാതെ ഇത് കണക്ട് ചെയ്യുന്നതിനാണോ എന്നോ അല്ലെങ്കിൽ ഇത് കാർബൺ ബാക്കിയുള്ള പ്ലാന്റ്സിലോട്ടും ട്രീസിലോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടോ എന്ന് പോലും അറിയത്തില്ല. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് സൈറ്റേഷൻ ബയാസ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് അടുത്ത ഒരു ചലഞ്ച്. അതായത് ചില സ്റ്റഡീസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിസോഴ്സ് ഷെയറിംഗ് എന്ന് പറയുന്നത്
പോസിറ്റീവ് സൈറ്റേഷൻ ബയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. നമ്മളിപ്പോൾ പറയുന്ന കോണ്ടെക്സ്റ്റ് എന്താണ്, ഈ ട്രീസ് ബാക്കിയുള്ള ട്രീസുമായിട്ട് കണക്റ്റഡ് ആവുന്നത്, ബാക്കിയുള്ള ട്രീസുമായിട്ട് ഇന്റർ കണക്റ്റഡ് ആണ് ബിക്കോസ് ഈ ഫംഗയുടെ ഹെൽപ്പോട് കൂടി എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കണ്ടുപിടുത്തമായിട്ടാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഈ പോസിറ്റീവായിട്ടുള്ള കണ്ടുപിടുത്തം മാത്രമേ ഉള്ളൂ. നമ്മളിപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്താലും അല്ല ഈ ഒരു ട്രീ, അതായത് നമ്മളിപ്പോൾ പഠിക്കുന്ന വുഡ് വൈഡ് വെബിനെ കുറിച്ച് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് ഗൂഗിളിൽ കാണാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഫൈൻഡിങ്സേ ഉള്ളൂ ഇതിനകത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ. നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യവും നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നില്ല. സോ ഈ ഒരു ബയാസ്, ഇതൊരു ഡിസ്ക്രിമിനേഷൻ അല്ലേ നമുക്കെന്ന് വെച്ചാൽ ഒരു സ്റ്റഡി നടത്തുമ്പോൾ അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഓൾറെഡി എന്ത് ചെയ്യണം, നമ്മളത് അവൈലബിൾ ആയിരിക്കണം ഈക്വലി അല്ലേ. അല്ലെങ്കിൽ നെഗറ്റീവ്സ് ആണ് കൂടുതലുണ്ടെങ്കിൽ നെഗറ്റീവ്സ് തന്നെ കൂടി നിൽക്കുക എന്ന് വെച്ചാൽ അത് നമുക്ക് എവിഡൻസ് ആയിട്ട് കാണിച്ചു തരണം. പക്ഷേ നമ്മൾ ഈ ഒരു കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോസിറ്റീവായിട്ടുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കണ്ട് ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഇതങ്ങ് വിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സയൻസും ഇതങ്ങ് വിശ്വസിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പിന്നെ ചില പേപ്പേഴ്സ് എന്ന് പറയുന്നത് സ്പെക്കുലേറ്റീവ് ഫൈൻഡിങ്സ് ആണ്, അത് ഫാക്റ്റ് ആണെന്നങ്ങ് പറയും. അതായത് ഇങ്ങനെ എക്സാജറേഷൻ പോലെ, മിസ്ഇൻ്റർപ്രിട്ടേഷൻ പോലെ, അതായത് ഫാക്റ്റ് ചെക്ക് ചെയ്യുക, അതായത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെക്ക് ചെയ്യാതെ ചുമ്മാ അങ്ങ് വിളിച്ച് പറയും അത് കറക്റ്റ് ആണെന്ന് പറഞ്ഞ്. അപ്പോൾ അത് ആവശ്യമില്ലാത്ത എക്സാജറേഷൻ അല്ലെങ്കിൽ മിസ്ഇൻ്റർപ്രിട്ടേഷനാണ് കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ പഠിക്കാതെ ചുമ്മാ ഇങ്ങനെ പറയുവാണ് അങ്ങനെ ഉണ്ടെന്ന്. പിന്നെ ആന്ത്രോപോമോർഫിക് ലാംഗ്വേജ്, അതായത് ട്രീസ് സംസാരിക്കും, ട്രീസ് ഫുഡ് ഷെയർ ചെയ്യും എന്നൊക്കെ പറയുന്നത് എക്കോളജിക്കൽ ഇൻട്രാക്ഷൻ എന്നുള്ള കാര്യത്തിനെ കുറച്ചും കൂടി കോംപ്ലക്സ് ആക്കി മാറ്റുവാണ്. അതായത് റിയാലിറ്റിയെ കുറച്ചും കൂടി കോംപ്ലക്സ് ആക്കി മാറ്റുവാന്നാണ് ചില സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. ഇനി സപ്പോർട്ടിങ് എവിഡൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമ്മൾ നെഗറ്റീവാണ് പറഞ്ഞത്, ഇനി സപ്പോർട്ടിങ് എലമെൻറ്റ്സ് ആണ്, അതായത് ഇത് സത്യമാണെന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഇതിന് പ്രൂഫൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. ഇങ്ങനൊരു ഫംഗസ് ഉണ്ടെന്ന്, ഫംഗസ് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കും എന്നുള്ളതിന് പ്രൂഫൊന്നുമില്ല. പക്ഷേ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ചില എക്സ്പെരിമെൻറ്റ്സ് നമ്മൾ നോക്കിക്കണ്ടപ്പോൾ ഈ പ്ലാന്റ്സും ഫംഗസ് നെറ്റ്വർക്കും തമ്മിൽ കുറച്ച് സിഗ്നൽസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്തേക്കുന്നതായിട്ട് കണ്ടുപിടിച്ചു. ഫോർ എക്സാമ്പിൾ ബീൻ പ്ലാന്റ്സ് ഉണ്ടല്ലോ, ബീൻ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഈ ഫംഗൈ വഴിയാണ് എന്താ പറയുക, ഫംഗൈ വഴി അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന പ്ലാന്റ്സിന് എന്തെങ്കിലും ഒരു അറ്റാക്ക് പോലെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഫംഗൈ വഴിയാണ് ഇതിനെ അത് രക്ഷിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒന്നും എക്സാക്റ്റ് നേച്ചർ നമുക്കറിയത്തില്ല. പിന്നെ അതുപോലെ തന്നെ എന്താണ് ലാബ് സ്റ്റഡീസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബണും വാട്ടറും ഈ ജാപ്പനീസ് റെഡ് പൈൻ ട്രീസും ഈ സ്കോട്ടിഷ് പൈൻ സീഡ്ലിങ്സും തമ്മിൽ ട്രാവൽ ചെയ്യുന്നുണ്ടെന്നാണ് ചിലത് പറയുന്നത്. പിന്നെ വൈ ദ വുഡ് വൈഡ് വെബ് കോൺസെപ്റ്റ് സ്റ്റിൽ വാല്യുബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാജറേഷൻസും ഡൗട്ടുകളും ഒക്കെ ഉണ്ടെങ്കിലും എന്താണ് ഇതിപ്പോഴും നിലനിൽക്കുന്നത് ഈ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഫംഗസ് ഉണ്ടല്ലോ, മൈക്കോറിസൽ ഫംഗസ് എന്ന് പറയുന്നത് എക്കോസിസ്റ്റത്തിന് ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ അവെയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വഴി അതായത് ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു ഫംഗസ് എന്താണെന്നും അതിൻ്റെ റോൾ എന്താണെന്ന് നമ്മൾ പഠിക്കുവാണ്. സോ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുകയാണ്. അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സോയിൽ എക്കോളജിയെക്കുറിച്ച് കുറച്ചും കൂടി നമുക്ക് പഠനം നടത്താൻ വേണ്ടിയുള്ള ഒരു എൻകറേജ്മെൻ്റ് ആണ് ഇങ്ങനെയുള്ള ടോപ്പിക്ക്. നമ്മൾ സോയിൽ എക്കോളജി ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. പിന്നെ സോയിൽ എക്കോളജി എന്ന് വെച്ചാൽ സോയിലിനകത്ത്, അതായത് മണ്ണിനകത്ത് എന്തൊക്കെ നടക്കുന്നു, മണ്ണിനകത്തുള്ള എക്കോളജിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഈ ഫംഗസും സോയിൽ ബയോഡൈവേഴ്സിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞേ, ഈ ഒരു ടോപ്പിക്ക് ഇങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെ ഭാവിയിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഈ സോയിലിനെ കുറിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയും. അപ്പോൾ ഈ വുഡ് വൈഡ് വെബ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് എക്കോസിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാൻ സയൻറ്റിസ്റ്റുകളെ എളുപ്പമാക്കി എന്നാണ് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. എന്താണ് വുഡ് വൈഡ് വെബ്? വുഡ് വൈഡ് വെബ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, അണ്ടർഗ്രൗണ്ട് നെറ്റ്വർക്കാണ് ഓഫ് ഫംഗസ് ദാറ്റ് കണക്ട്സ് ട്രീസ് ആൻഡ് പ്ലാന്റ്സ് ഇൻ എ ഫോറസ്റ്റ്. അത് ട്രീസിന് ന്യൂട്രിയൻസും വാട്ടറും ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സഹായിക്കുന്നു ഈ ഫംഗസ് എന്നാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ്. ഇനി ഈ ഫംഗസ് എങ്ങനെയാണ് ട്രീസിന് ബെനിഫിഷ്യൽ ആവുന്നത്? ഈ ട്രീസുമായിട്ട് ഈ ഫംഗസ് ഗ്രോ ചെയ്യുമ്പോൾ, അതായത് ട്രീയുടെ റൂട്ട്സിലാണ് ഈ ഫംഗസ് ഉള്ളത്, ഈ ഫംഗസ് ഗ്രോ ചെയ്യുമ്പോൾ ഒരു ട്രീയും ഈ ഫംഗസും തമ്മിലൊരു കൈൻഡ് ഓഫ് സിംബയോട്ടിക് റിലേഷൻഷിപ്പാണ് ഉള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യും. ന്യൂട്രിയൻസിനെ സോയിലിൽ നിന്ന് വലിച്ചെടുക്കാൻ ഈ ഫംഗസ് സഹായിക്കുന്നു ട്രീയെ. അതുപോലെ ട്രീ ഫോട്ടോസിന്തസിസ് നടത്തുമ്പോൾ അതിനകത്തുനിന്ന് വരുന്ന കോമ്പൗണ്ട്, കാർബൺ കോമ്പൗണ്ടിന് ഈ ഫംഗസിനും അത്യാവശ്യമാണ്. പിന്നെ ട്രീസിന് ശരിക്കും ഫുഡ് ആൻഡ് റിസോഴ്സസ് ഫംഗസ് വഴി ഷെയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം വന്നാൽ എന്താണ്, ചെറിയ എമൗണ്ട് ഓഫ് കാർബണും അതർ റിസോഴ്സസും ട്രീസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവും. മിക്കവാറും ഉള്ള കാർബണും അതർ റിസോഴ്സ് ഈ ഫംഗസ് തന്നെ അബ്സോർബ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിന് ഒരു സ്ട്രോങ് എവിഡൻസ് ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ ട്രീസ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമോ, വാർണിങ്സ്, അതാണ് അടുത്ത ചോദ്യം. ഇത് ചില പ്ലാന്റ്സിന്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബീൻ പ്ലാന്റ്സിന്
അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതായത് തൊട്ടടുത്ത പ്ലാന്റ് എന്തെങ്കിലും ഒരു അറ്റാക്കിൻ്റെ കീഴിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിനെ രക്ഷപ്പെടുത്താൻ സഹായിക്കും എന്നുള്ളൊരു സ്റ്റഡീസും കൂടെ വന്നിട്ടുണ്ട്. അതായത് ഈ ഫംഗൽ നെറ്റ്വർക്ക് വഴി ഡിഫെൻഡ് ചെയ്യാനും പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് മിസ്കൺസെപ്ഷൻസ് എന്ന് വെച്ചാൽ, ഈ ട്രീസ് എന്ന് പറയുന്നത് ഇൻറ്റൻഷണലി കോപ്പറേറ്റ് ചെയ്യുവാണ് ഫംഗസ് എന്നുള്ളത് നോട്ട് പ്രൂവൺ ആണ്. ചില സയൻറ്റിഫിക് പേപ്പേഴ്സ് എന്ന് പറയുന്നത് മിസ്ഇൻ്റർപ്രറ്റഡ് ആണ്. അപ്പം അത് അവർ കറക്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അങ്ങ് പറയും പോസിറ്റീവ് ആണെന്നുള്ളത്. പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ ട്രീസിന് വേണ്ടിയല്ല ഇത് ഷെയർ ചെയ്യുന്നത്. ഈ ഫംഗസ് ശരിക്കും പറഞ്ഞാൽ ഈ കാർബണും ബാക്കിയുള്ള ന്യൂട്രിയൻസും അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി അങ്ങ് യൂസ് ചെയ്തെടുക്കുന്നതാണ് പറയുന്നത്, അല്ലാതെ അത് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല തൊട്ടപ്പുറത്ത് നിൽക്കുന്ന പ്ലാന്റ്സിനും ട്രീസിനും എന്നാണ് അടുത്ത മിസ്കൺസെപ്ഷൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വുഡ് വൈഡ് വെബിനെതിരെ ഇത്രയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രീസ് തമ്മിൽ റിസോഴ്സസ് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നിഫിക്കൻ്റ് ആകാനുള്ളൊരു സാധ്യതയില്ല, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ചില എക്സ്പെരിമെൻറ്റ്സ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ റിസോഴ്സ് മൂവ്മെൻറ്റ്, അതായത് സോയിൽ മൈക്രോബ്സ് അല്ലെങ്കിൽ വാട്ടർ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന എക്സ്പെരിമെൻറ്റ്സ് എന്നൊക്കെ അതിനൊക്കെ എക്സ്പ്ലനേഷൻസ് ഉണ്ട്. പിന്നെ ആന്ത്രോപ്പോമോർഫിക് ലാംഗ്വേജ്, അതായത് ട്രീസ് ടോക്ക് ചെയ്യുന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഡ്രമാറ്റിക് ആയിട്ടുള്ള കാര്യമാണെന്നാണ് പറയുന്നത്. അതായത് സയൻറ്റിഫിക് ആയിട്ടുള്ള സപ്പോർട്ട് അതിന് ഇല്ല. പിന്നെ വുഡ് വൈഡ് വെബ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിന് പ്രൂഫാണ് ഈ ഒരു ഫംഗസ് എന്നുള്ളതാണ് പറയുന്നത്. അതായത് പ്ലാന്റ്സിൽ ഈ ഒരു ഫംഗൽ നെറ്റ്വർക്ക്സ് ഉണ്ട്, പക്ഷെ അവരുടെ റോള് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതാണോ ഇല്ലയോ എന്നുള്ളത് സ്റ്റിൽ ഡിബേറ്റഡ് ആണ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് സ്റ്റിൽ യൂസ്ഫുൾ ആണെന്ന് പറയുന്നത്, ഈ വുഡ് വൈഡ് വെബിന് അത്യാവശ്യത്തിനുള്ളൊരു ബാക്കിംഗ് സപ്പോർട്ടോ എവിഡൻസോ ഒന്നും ഇല്ലെങ്കിൽ പോലും സോയിൽ എക്കോളജിയെക്കുറിച്ചും ഈ അണ്ടർഗ്രൗണ്ട് സോയിൽ ബയോഡൈവേഴ്സിറ്റിയെക്കുറിച്ചും ഒക്കെ പഠിക്കാനും റിസർച്ച് ചെയ്യാനും അതിൻ്റെ കൺസർവേഷനും ഈ ഒരു വുഡ് വൈഡ് വെബ് എന്നുള്ള കാര്യം അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് വളരെയധികം യൂസ്ഫുള്ളായി ആർക്ക്, സയൻറ്റിസ്റ്റുകൾക്കും റിസർച്ച് ചെയ്യുന്നവർക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു എസ്സേ എന്ന് പറയുന്നത്. അടുത്ത പോം എന്ന് പറയുന്നത് നീൽ ഗെയ്മൻ്റെ ദ മഷ്റൂം ഹണ്ടേഴ്സ് എന്നുള്ളൊരു പോമാണ്. ഇതൊരു ഫെമിനിസ്റ്റ് കൈൻഡ് ഓഫ് പോമാണ് എബൌട്ട് ദി ഒറിജിൻ ഓഫ് സയൻസിൻ്റെ ഒറിജിൻ എങ്ങനെയാണ് ത്രൂ എ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്. അതായത് സ്ത്രീകളുടെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു ഹ്യൂമൻ സൊസൈറ്റിയിൽ, അതായത് ഏർലി ഹ്യൂമൻ സൊസൈറ്റിയിൽ സ്ത്രീകളുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയായിരുന്നു ആൻഡ് ഹൗ ഇറ്റ് ഇസ് റിലേറ്റഡ് ടു ദി ഒറിജിൻ ഓഫ് സയൻസ്. പോം ചലഞ്ച് ചെയ്യുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള മെയിൽ സെൻറ്റേർഡ് നറേറ്റീവിനെ കുറിച്ചാണ്. അതായത് ഹ്യൂമൻ എവല്യൂഷനെ കുറിച്ചും ഒക്കെ എപ്പോഴും സംസാരിക്കുന്നതാണെങ്കിലും സയൻറ്റിസ്റ്റുകളാണെങ്കിലും റിസർച്ച് ചെയ്യുന്ന എല്ലാ ആണുങ്ങളുടെ പേരാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതൊക്കെ മെയിൽ സെൻറ്റേർഡ് നറേറ്റീവാണ്. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് എന്താണ് സ്ത്രീകൾ എന്തൊക്കെയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്, സ്ത്രീകളുടെ ഒബ്സർവേഷൻ, അവരുടെ എക്സ്പെരിമെൻറ്റേഷൻ, അവരെന്താണ് സയൻസിൻ്റെ ഫൗണ്ടേഷന് വേണ്ടി കോൺട്രിബ്യൂഷൻസ് നൽകിയത്, ഇതൊക്കെ സ്ത്രീകളിൽ നിന്നാണ് തുടങ്ങിയെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് ഇത്രയും വാസ്റ്റ് ആൻഡ് എക്സ്റ്റെൻസീവായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ പോം സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആണുങ്ങൾ പ്രൈമർലി ഹണ്ടേഴ്സാണ്, അവർ ആനിമൽസിനെ ചേസ് ചെയ്ത് വരുന്നു. ആൻഡ് സ്ത്രീകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഡിബിൾ പ്ലാന്റ്സിനെ ഐഡൻറ്റിഫൈ ചെയ്തതും ചൈൽഡ് ബർത്തിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തതും ഈ നേച്ചറിലുള്ള പാറ്റേൺസ് ഒക്കെ റെക്കഗ്നൈസ് ചെയ്തതും സ്ത്രീകളാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മഷ്റൂംസിനെ ഡിസ്കവർ ചെയ്തതും അത് ന്യൂട്രീഷ്യസ് ആണെന്നും ചിലതൊക്കെ ഡെഡ്ലി ആണെന്നും ചിലത് സൈക്കോ ആക്റ്റീവ് ആണെന്നും അതൊക്കെ മനസ്സിലാക്കിയതും സ്ത്രീകളാണെന്നാണ് പറയുന്നത്. സോ ഈ ഒരു ഏർലി ആക്ട് ഓഫ് ക്യൂരിയോസിറ്റി, ട്രയൽ ആൻഡ് ടെറർ, നോളജ് ഷെയറിങ് ഇതൊക്കെ സ്ത്രീകളിൽ നിന്നാണ് തുടങ്ങിയെന്നാണ് പറയുന്നത്. അല്ലാതെ വെപ്പൺസ്, ആണുങ്ങളുടെ ഹണ്ട് ചെയ്യാൻ ഉപയോഗിച്ച വെപ്പൺസിൽ നിന്നല്ല തുടങ്ങുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സർവൈവൽ ടാക്ടിക് ആണെന്നുണ്ടെങ്കിൽ പോലും എല്ലാം സ്ത്രീകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപിടിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ ലൈൻ ബൈ ലൈൻ അനാലിസിസ് അല്ലെങ്കിൽ സ്റ്റാൻസ ബൈ സ്റ്റാൻസ അനാലിസിസ് നോക്കാം. ഫസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് പോം ബിഗിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു എക്സ്പ്ലനേറ്ററി ടോണിൽ നിന്നാണ്, ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടാണ്. ആസ് എഫ് ഒരു പേരൻ്റ് അല്ലെങ്കിൽ എൽഡർ സംസാരിക്കുന്ന പോലെയാണ് പറയുന്നത്. ഒരു പേരൻ്റ് അല്ലെങ്കിൽ എൽഡർ അല്ലെങ്കിൽ ഒരു അഡൾട്ട് ഒരു കുട്ടിയെ സയൻസിനെ കുറിച്ച് പഠിപ്പിക്കുവാണ്. നേച്ചർ ആൻഡ് ബിഹേവിയർ ഓഫ് ദ യൂണിവേഴ്സിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. അത് എംഫസൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താണ്, സയൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് എപ്പോഴും ടൂൾസും എക്സ്പീരിയൻസും മാത്രമല്ല സയൻസ്, എങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് സയൻസ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റാൻസയ്ക്കകത്ത് എന്താണ്, വീണ്ടും സയൻറ്റിഫിക് മെത്തേഡിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുവാണ്. ഒബ്സർവേഷനിലൂടെയും എക്സ്പെരിമെൻറ്റേഷനിലൂടെയും മെഷർമെൻറ്റിലൂടെയും കൺക്ലൂഷൻസ് ഫോം ചെയ്യുന്നതിലൂടെയാണ് സയൻറ്റിഫിക് മെത്തേഡ് എന്ന് നമ്മൾ പറയുന്നത്. ഇത് ഐഡിയ റീഇൻഫോഴ്സ് പറയുന്ന ഐഡിയ എന്താണ്, സയൻസ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസും ഡിസ്കവറിയും കൂടിയാണ്, അല്ലാതെ എപ്പോഴും തിയറി മാത്രമല്ല. തേർഡ് സ്റ്റാൻസ എന്ന് പറയുന്നത് എന്താണ്, ഏർലി ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്ന ഹണ്ടേഴ്സാണ്. അവർ അഗ്രഷനും ഇൻസ്റ്റിങ്ക്റ്റും വെച്ചിട്ടാണ് അവർ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തത്. അങ്ങനെയാണ് അവർ ഫുഡിന് വേണ്ടി ചേസ് ചെയ്തത് ആനിമൽസിനെ. പിന്നെ ആണുങ്ങളെന്ന് പറയുന്നത് എന്താണ്, ഭയങ്കര റെക്ലെസ് ആണ്.
കെയർലെസ് ആണ്. പക്ഷേ പെണ്ണുങ്ങളെന്ന് പറയുന്നത് എന്താണ്? മെത്തോഡിക്കലാണ്, കെയർഫുള്ളാണ്. ഓക്കെ, അങ്ങനെയാണ് പല കാര്യങ്ങളും അറിഞ്ഞതെന്നാണ് പറയുന്നത്. ഫോർത്ത് സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നത് ഹണ്ടിങ്ങിൻ്റെ അൺസർട്ടനിറ്റിയെ കുറിച്ചാണ്. സംടൈംസ് ആണുങ്ങൾ എംപ്റ്റി ഹാൻഡഡ് ആയിട്ട് തിരിച്ചു വരും ആനിമൽസിനെ ഹണ്ട് ചെയ്യാൻ പറ്റാതെ. അപ്പോൾ ഈ ഒരു കാര്യം, അതായത് ഹണ്ട് ചെയ്തുകൊണ്ട് വന്നാലും ഹണ്ട് ചെയ്തില്ലെങ്കിലും വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത് ആരാണ്? സ്ത്രീകളാണ്. പിന്നെ ഫിഫ്ത്ത് സ്റ്റാൻസ എന്ന് പറയുന്നത് എന്താണ്? സ്ത്രീകളുടെ ഇൻ്റലിജൻസിനെ കുറിച്ചാണ് പറയുന്നത്. സ്ത്രീകളുടെ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യുക, മെമ്മറിയിലൂടെ, നാവിഗേഷനിലൂടെ, ഇതിലൂടെയാണ്. അവർ ഫുഡ് ഗ്യാദർ ചെയ്യാൻ പോകുമ്പോൾ ഏതൊക്കെയാണ് നല്ലത്, ഏതൊക്കെയാണ് പന്നൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ആ പാറ്റേണിലൂടെ മനസ്സിലാക്കിയതെടുത്തത് ആദ്യമേ സ്ത്രീകളാണ്. അപ്പോൾ ഈ മഷ്റൂംസിൻ്റെ കാര്യം തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളാണിത് ഐഡൻറ്റിഫൈ ചെയ്തതെന്നാണ് പറഞ്ഞത്. പല മഷ്റൂംസും ഫുഡ് സോഴ്സസിലിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്ത് അവരാണ് കണ്ടുപിടിച്ചത് ഏതൊക്കെയാണ് സേഫ്, ഏതൊക്കെയാണ് ഡേഞ്ചറസ് എന്നുള്ളത്. ഇനി സിക്സ്ത് സ്റ്റാൻസയ്ക്കകത്ത് അതിന് ഒരു കാര്യം ചലഞ്ച് ചെയ്യുവാണ്. അതായത് ഫസ്റ്റ് ഹ്യൂമൻ ടൂൾ എന്ന് പറയുന്നത് ഒരു വെപ്പണായിരുന്നു എന്നുള്ളത്. അതായത് സജസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഫസ്റ്റ് ടൂൾ എന്ന് പറയുന്നത് എന്തായിരുന്നു? ബേബീസിനെ ക്യാരി ചെയ്യാനുള്ള സ്ലിംഗ് ആയിരുന്നു. അത് അമ്മമാർക്ക് ഫുഡ് ഉണ്ടാക്കാനും ഫുഡിന് വേണ്ടി ഗ്യാദർ ചെയ്യാൻ പോകുമ്പോഴും കുഞ്ഞിനെ എപ്പോഴും എടുത്തുകൊണ്ട് നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് നമ്മളിപ്പോൾ കാണുന്ന കണക്ക് ഈ കാങ്കറൂസിനെയൊക്കെ തൂക്കിയിട്ടേക്കുന്ന കണക്ക് നമ്മൾ ഇങ്ങനെ അമ്മമാരിങ്ങനെ നടുവിനൊക്കെ ഒക്കെ തിരുത്താൻ വേണ്ടി ഇങ്ങനെ ഓരോ സാധനങ്ങൾ തൂക്കിയിട്ട് നിൽക്കത്തില്ല. ഇപ്പോൾ അതിനൊക്കെ ബാഗൊക്കെ, അപ്പോൾ അതിനൊക്കെ വേറെ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട് ഓൺലൈനായിട്ട്. അപ്പോൾ അമ്മമാർ ശരിക്കും പറഞ്ഞാൽ ഒരു സ്ലിങ് പോലെ കുട്ടികളെ ക്യാരി ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇട്ടേക്കും, ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു തുണി വെച്ച് കെട്ടും. അപ്പോൾ അതാണിത് ആദ്യത്തെ വെപ്പൺ എന്നാണ് പറയുന്നത്. അല്ലാതൊരു ഫസ്റ്റ് ഹ്യൂമൻ ടൂൾ എന്ന് പറയുന്നത് ഈ ഒരു സ്ലിംഗ് ബാഗ് ആയിരുന്നു, ബേബീസിനെ ക്യാരി ചെയ്യുന്ന സ്ലിംഗ് ആയിരുന്നു. സെവൻത്ത് സ്റ്റാൻസയ്ക്കകത്തെന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് എക്സ്പെരിമെൻറ്റേഷൻ ആൻഡ് ഒബ്സർവേഷൻ ആണ്. ഏർലി ഹ്യൂമൻ ബീങ്സിന് ഏതൊക്കെ മഷ്റൂംസ് ആയിരുന്നു പോയിസണസ് എന്നും ന്യൂട്രീഷ്യസ് എന്നും സൈക്കോ ആക്റ്റീവ് എന്നും അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയത് ബിക്കോസ് ഓഫ് വിമൻ ആണെന്നാണ് പറയുന്നത്. ആൻഡ് ചില മഷ്റൂംസ് എന്ന് പറയുന്നത് ഗോഡ്സിനെ നമുക്ക് കാണിച്ചു തരും. അതായത് ചില മഷ്റൂംസ് കുറച്ചും കൂടി കുറച്ചും കൂടെ അഡിക്റ്റീവാണ്, കുറച്ച് സൈക്കോട്ടിക് ആയിട്ടുള്ള മഷ്റൂംസ് ഉണ്ട്. അതായത് ചില മഷ്റൂംസ് നമ്മൾ കഴിക്കുമ്പോൾ പറയത്തില്ല, ഈ സ്പിരിച്വൽ ബിലീവ്സിലോട്ട് ചില ആളുകൾ ഭയങ്കര ഹ്യൂമൻ കോൺഷ്യസിൻ്റെ എന്താണ് ഒരു കൈൻഡ് ഓഫ് ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഒബ്ലീവിയനിലോട്ട് പോകുമെന്ന് പറയത്തില്ലേ, അതാണ് സംഭവം. എയ്ത്ത് സ്റ്റാൻസ എന്ന് പറയുന്നത് കുക്കിങ്ങിനെ കുറിച്ച്, ഫുഡ് പ്രിപ്പറേഷനെ കുറിച്ചുമാണ് പറയുന്നത്. സ്ത്രീകൾ കുക്കിംഗ് ആണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം, അതായത് വെള്ളം ബോയിൽ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും വെള്ളം ദൂരെ, അതായത് ബോയിൽ ചെയ്ത വെള്ളം, യൂസ് ചെയ്ത വെള്ളം എടുത്ത് കളയണം എന്നുണ്ടെങ്കിലും അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചത് ഭയങ്കര ഒബ്സർവേഷനിലൂടെയും പ്രാക്ടീസിലൂടെയും എക്സ്പീരിയൻസിലൂടെയാണ്. ഫൈനൽ സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നത് സയൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് സർവൈവൽ ത്രൂ ഫുഡ്, പക്ഷേ ചൈൽഡ് ബർത്തും ഹെൽത്ത് കെയറും ഇതെല്ലാം സയൻസ് തന്നെയായിരുന്നു. അപ്പോൾ സ്ത്രീകൾ ഇതിനെക്കുറിച്ച് പഠിച്ചത് ഒബ്സർവേഷനിലൂടെ, എക്സ്പീരിയൻസിലൂടെയാണ്. എങ്ങനെ കുട്ടികളെ നോക്കാം, പ്രസവിച്ച ഉടനെ അവർക്ക് എങ്ങനെ അവരെ സ്വയം കെയർ ചെയ്യാം, അവരാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിന് വേണ്ടി കുറച്ചും കൂടി കോൺട്രിബ്യൂഷൻസ് നൽകിയത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന തീമെന്ന് പറയുന്നത് സയൻസിൻ്റെ ഒറിജിനെ കുറിച്ച് പറയുന്നുണ്ട്. സ്ത്രീകൾ ഗ്യാദറേഴ്സുമാണ്, കെയർ ഗിവേഴ്സുമാണ്, അവരായിരുന്നു ഏർലി സയൻറ്റിസ്റ്റുകൾ എന്നാണ് പറയുന്നത്. പിന്നെ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്താണ്? ട്രഡീഷണൽ ഹിസ്റ്ററി എപ്പോഴും ആണുങ്ങളാണ് പ്രൈമറി ഇന്നോവേറ്റേഴ്സ് ഓഫ് എവറിത്തിങ് എന്നാണ് പറയുന്നത്. എല്ലാം കണ്ടുപിടിച്ചത് ആണുങ്ങളാണെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ നെയിൽ ഗെയിമൻ ഷിഫ്റ്റ് ചെയ്യുന്നത് വിമൻ അതായത് സ്ത്രീകളുടെ കോൺട്രിബ്യൂഷനിലോട്ടാണ്. അവരാണ് ഗ്യാദർ ചെയ്തതും കുട്ടികളെ വളർത്താനും പഠിച്ചതും പാറ്റേൺസ് ഒക്കെ റെക്കഗ്നൈസ് ചെയ്ത് ഹ്യൂമൻ എവല്യൂഷനെ ഷേപ്പ് ചെയ്ത് സ്ത്രീകളാണെന്നാണ് പറയുന്നത്. പിന്നെ ഒബ്സർവേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നാണ് ഈ ഒരു പോം നമ്മളെ പഠിപ്പിക്കുന്നത്. എക്സാമ്പിൾ മറ്റേ മഷ്റൂംസ് ഏതൊക്കെയാണ് സേഫ് ഉണ്ടെന്നുള്ളത്, കുക്കിംഗ് ടെക്നിക്സ് കണ്ടുപിടിച്ചത്, ചൈൽഡ് ബർത്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഇതൊക്കെ ആരാണ്? സ്ത്രീകളാണ്. അതെല്ലാം അവർ എക്സ്പീരിയൻസിലൂടെ ഒബ്സർവേഷനിലൂടെയാണ് കണ്ടുപിടിച്ചത്. പിന്നെ സയൻസ് സ്പിരിച്വാലിറ്റി നമ്മളൊരു കണക്ഷൻ പറയുന്നുണ്ട്. ചില മഷ്റൂംസ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് അതിനകത്തുണ്ട്. സോ അതിനകത്ത് കുറച്ചുകൂടി ഹ്യൂമൻ ബീങ്സിൻ്റെ ക്രിയേറ്റിവിറ്റിയൊക്കെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നും അങ്ങനെയും മഷ്റൂംസൊക്കെ ഉണ്ടായിരുന്നു എന്നൊന്നും കണ്ടുപിടിച്ചതും ആരാണ്? സ്ത്രീകളാണെന്നാണ് പറയുന്നത്. ഇതിനകത്ത് മെയിൻ ഐഡിയ എന്താണ്? സയൻസ് എന്ന് പറയുന്നത് ഇറ്റ് ബിഗാൻ വിത്ത് വിമൻ, അതാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ മറ്റേ പേട്രിയാർക്കൽ ഫോമിലല്ല പറഞ്ഞിരിക്കുന്നത്, സ്ത്രീകൾക്ക് ഫെമിനിസ്റ്റിക് ആയിട്ടുള്ള ടോണിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു പവർഫുൾ ഫെമിനിസ്റ്റ് പോമാണ്.